ദീപു കരുണാകരൻ അനശ്വര രാജൻ തർക്കം പരിഹരിക്കാൻ അമ്മ സംഘടന ഇടപെടുന്നു. ഈ മാസം 8-ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി വിശദീകരണം തേടും. അനശ്വര രാജൻ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇടപെടൽ. സംവിധായകൻ തന്റെ കരിയറിനെ മോശമാക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് അനശ്വര രാജൻ പ്രതികരിച്ചു. റിയ ബേബി കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, സിനിമയുടെ പ്രൊമോഷന് വരുന്നില്ല, ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന് വരുന്നില്ല തുടങ്ങി അതിരൂക്ഷമായ വിമർശനമായിരുന്നു ദീപു അനശ്വരയ്ക്കെതിരെ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ അതേ രീതിയിൽ ശക്തമായ രീതിയിൽ മറുപടി അറിയിച്ചുകൊണ്ട് അനശ്വര രാജൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പിന്നാലെയാണോ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? പൂജ, ഈ വിഷയത്തിൽ അനശ്വര രാജൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ദീപു കരുണാകരൻ ഫെഫ്കയ്ക്കും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും ഈ വിഷയത്തിൽ പരാതികൾ രണ്ട് സംഘടനകൾക്കും നൽകിയത്. അതേ തുടർന്നാണ് ഈ വരുന്ന ശനിയാഴ്ച 8-ാം തീയതി ഇരുവരെയും വിളിച്ചിരുത്തിയ ഒരു ചർച്ചയ്ക്ക് സിനിമാ സംഘടനകൾ തയ്യാറാകുന്നത്. അമ്മ സംഘടന, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഈ 3 സംഘടനകളുടെയും പ്രതിനിധികളുമായി ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഇരുവർക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം അതിലൊരു നിലപാട് അറിയിക്കുക എന്നതാണ് സംഘടനകളുടെ നിലപാട്. കാരണം ഈ വിഷയത്തിൽ ദീപു കരുണാകരനാണ് ആദ്യ മാധ്യമങ്ങൾ വഴി അനശ്വര രാജൻ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല, പോസ്റ്റുകൾ ഇടുന്നില്ല എന്ന പ്രസ്താവനകൾ പല മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് അനശ്വര രാജൻ വിശദമായ ഒരു കുറിപ്പ് എഴുതിയത്. അവിടെ ഇൻസ്റ്റഗ്രാമിൽ താൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചിത്രവുമായി ബന്ധപ്പെട്ട ഓൺലൈനിലുള്ള ഒരേ ഒരു ഇന്റർവ്യൂ തന്റേതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അനശ്വര വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പേരുകൾ പറയാതെ തന്റെ പേര് പറഞ്ഞത് തന്റെ കരിയറിനെ മോശമാക്കുക ലക്ഷ്യമിട്ടാണെന്നൊരു ആരോപണം കൂടി അനശ്വര മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് സിനിമാ സംഘടനകൾ ഇരുവരെയും വിളിക്കുകയാണ്. മുമ്പും ഇതുപോലെ സമാനമായ രീതിയിലുള്ള തർക്കങ്ങൾ പല സിനിമകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സംഘടനകൾ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെയും അതുപോലെ തന്നെ ഈ 2 ആരോപണങ്ങളിലും സംഘടനകൾ ഇടപെടുന്നു. രണ്ടുപേരെയും കേൾക്കുകയും അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഈ ദീപു കരുണാകരൻ ഫെഫ്കയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നല്ലോ റിയ. അതിൽ ആ സംഘടനയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുണ്ടോ? പുതിയ ഇത് ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് സംഘടനകൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഈ വരുന്ന 8-ാം തീയതി ഫെഫ്കയും അതോടൊപ്പം തന്നെ അമ്മ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒരുമിച്ച് ഈ 2 പേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. 2 പേർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. 2 പേരും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ദീപു കരുണാകരൻ പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകൾ സഹകരിച്ചിട്ടില്ല എന്നാണ്. അനശ്വര പക്ഷേ ആ പോസ്റ്റുകൾ സഹിതം, അതായത് ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് താൻ പൂർണ്ണമായും സഹകരിച്ചിരുന്നു, തനിക്ക് മറ്റ് പുതിയ വിവരങ്ങളൊന്നും സംവിധായകൻ അറിയിച്ചിരുന്നില്ല, തന്റെ കരിയറിനെ മോശമാക്കുന്നു എന്നൊക്കെ മറ്റ് ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ചകൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നാണ് അമ്മ സംഘടനയും ഫെഫ്കയും നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് 2 സംഘടനകളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 8-ാം തീയതിയാണ് ഈ ചർച്ച നടക്കുക. ശരി, എന്തായാലും ദീപു കരുണാകരൻ അനശ്വര രാജന് ഇന്ദ്രചിത്രമായ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കത്തിലേക്ക് പോയത്. അനശ്വര രാജൻ അമ്മ സംഘടനയ്ക്ക് പരാതി കൊടുത്തു, ദീപു കരുണാകരൻ ഫെഫ്കയ്ക്കും പരാതി കൊടുത്തു. ഈ 2 സംഘടനകളും ഇരുവരെയും വിളിച്ചിരുത്തി വിശദീകരണത്തിലേക്ക് പോകും. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നാണ് അറിയുന്നതും. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.